ഇവർ മൊയ്‌ദീൻ ഷെയ്ഖിനോടോ മമ്പുറം തങ്ങളുടെ അടുക്കലേക്കോ ഉള്ളാളം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഇവർ കേണപേക്ഷിക്കുന്ന കാര്യമുണ്ടല്ലോ, ഈ ഇതിൽ ആരെയാണോ അവർ വിളിക്കുന്നത് അത് മാറ്റി അവർ അള്ളാഹ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയാണ്, പ്രാർത്ഥനയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം ഭാവങ്ങളും തേട്ടത്തിൻ്റെ ശൈലിയും എല്ലാം ഒരുപോലെയാണ് അല്ലെ? അങ്ങ് വളരെ കൃത്യമായി അവർ ചെയ്യുന്നത് പ്രാർത്ഥനയാണ് മനസ്സിലാക്കാൻ ആർക്കാണ് അറിയാത്തത്? ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ, ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവർകളെ. അത് ഞാൻ പ്രാർത്ഥനയല്ല, ഞാൻ സഹായം ചോദിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സഹായം ചോദിച്ചതാണ്, ഞാൻ ഇസ്തിഗാസ നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണോ എങ്ങനെയാണോ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അത്ര എന്നല്ല, യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതലാണ് അവർ ചെയ്തത്. കാരണം അവർ സുജൂദിൽ കടന്ന് അങ്ങനെ ചിലപ്പോൾ ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടാവില്ല, നിസ്കാരശേഷം ചിലപ്പോൾ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മക്ബറയിൽ എത്തിയപ്പോൾ അവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരികയും പ്രാർത്ഥിക്കുകയും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അതിന് ദുആ സമധിക്കാത്തത് കൊണ്ട് യാതൊരു ഉപകാരം അവർക്കില്ല. അത് ദുആ തന്നെയാണ്, അത് പ്രാർത്ഥന തന്നെയാണ്. ആരാധന അവർക്ക് നൽകിയിട്ട് അള്ളാഹുവിന് കൊടുക്കുമ്പോൾ ഇബാദത്താക്കുന്ന ഒരു കാര്യം അവർക്ക് നൽകിയിട്ട് ഞങ്ങൾ അവരെ ഇലാഹാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. നീ ചെയ്തത് ആരാധനയാണെങ്കിൽ ആ ചെയ്യപ്പെടുന്ന ആൾ ആരാധ്യനായി മാറി, നീ അവൻ ആരാധിച്ചവനുമായി മാറി, അവൻ ആരാധിക്കപ്പെട്ടവനുമായി മാറി. ചെയ്ത പ്രവൃത്തി ആരാധനയുമാണ്. ഇബാദ ദുആ അത് തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞത്. അപ്പൊ നീ ദുആ ചെയ്താൽ നീ ആരാധിച്ചവനാണ്. നീ ഇന്നയാളോട് ദുആ ചെയ്താൽ അയാൾ ആരാധിക്കപ്പെട്ടവനാണ്, അയാൾ ഇലാഹായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന് വേറെ നീ എന്ത് ചെയ്യേണ്ടതില്ല, നീ നിന്റെ നാവ് കൊണ്ട് ഞാൻ ഇലാഹാക്കിയിട്ടില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരാളെ തല്ലി കഴിഞ്ഞാൽ അയാൾക്ക് തല്ലുകൊണ്ടവനാണ് അയാൾ, ഞാനാണ് തല്ലിയവൻ. ഞാൻ തല്ലണമെന്ന് ഉദ്ദേശത്തിലല്ല എന്ന് പറഞ്ഞിട്ട് അടി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ തല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ട് അയാൾക്ക് വേദന എടുത്തു. ഞാൻ തല്ലിയതല്ല, കാരണം ഞാൻ തല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ തല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ തലോടിയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. ഒരാളുടെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തുദ്ദേശിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നീ അയാളോട് ആരാധനയാണ് ചെയ്തത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദുആഉ ഹുൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് ആരാധനയാണ്. അതിനാ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നീ പേര് മാറ്റിയിട്ടോ മറ്റൊന്നും കാര്യമില്ല.